ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിച്ച് പത്ത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഓണം സീരിയസ് റെസിപ്പി ആയിട്ടായിട്ട് വന്നിട്ടുള്ള വേറെ ഒന്നുമല്ല, അവിയലാണ്. ഭയങ്കര ടേസ്റ്റാണ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കിടക്കും മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ, വരും കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് വേണം, മുരിങ്ങക്കായ വേണം, ബീൻസ് വേണം, പടലങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ, പിന്നെ ചേനയും വേണം. ഇതെല്ലാം ഒരേ വലിപ്പത്തിൽ ഒരേ നീളത്തിൽ കട്ട് ചെയ്യുക, ഇതുപോലെ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു കുക്കർ എടുക്കുക. കുക്കർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഒരു പാത്രത്തിൽ വേവിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചേന ഇടണം. ഒരിക്കലും എല്ലാതും കൂടി ഇതിലേക്ക് ഇടരുത് കേട്ടോ, ചേന മാത്രം ഇടുക. കാരണം ഫസ്റ്റ് ചേന ഇടുന്നത് എന്താ, ചേന വേവാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് ചേന ചേർക്കാം. ഞാൻ കരുതി ചേന മാത്രം ഒറ്റയ്ക്ക് വേവിക്കണമൊന്നുമില്ല. ഇനി അതിലേക്ക് ഇത് പാത്രത്തിലാണെങ്കിൽ ഇതേ മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണെങ്കിൽ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. ആവശ്യത്തിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒറ്റ വിസിൽ മതിയായി, കൂടുതൽ വേവ് ഒന്നും ചെയ്താകരുത്, പറ്റ വേവായിരിക്കരുത്. അപ്പോൾ അരമുറി തേങ്ങ, അയച്ച് 1/2 കപ്പ് തേങ്ങ 1 കപ്പ് തേങ്ങയൊക്കെ ഉണ്ടാവും. അതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ള, നിങ്ങൾക്ക് 2 എടുക്കുക, നല്ല എരിവുണ്ടായിട്ട് 1 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി എല്ലാം കൂടി നല്ലോണം ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരിക്കലും പേസ്റ്റ് ആക്കരുത് കേട്ടോ. ഇതുപോലെ ക്രഷ് ആക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് തൈര് വേണ്ട. തൈര് നല്ല പുളിയുള്ള എടുക്കരുത്, ആവശ്യത്തിൽ പുളിയുള്ള. ഇത് നല്ലോണം സ്മൂത്ത് ആക്കി എടുക്കാം സ്പൂണോട്ട്. ഒരിക്കലും മിക്സിയിലിട്ട് അരക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വേവണം കേട്ടോ. ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇത് മാറ്റിയിട്ട് വെള്ളം നല്ലോണ്ട് വറ്റിക്കാം, അധികം വെള്ളമില്ല കേട്ടോ. ചട്ടിയിട്ടൊന്ന് ചൂടായപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ തേങ്ങൻ്റെ വെള്ളവും ഇതൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അടിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അടിച്ച് വെച്ച് തുറന്നപ്പോൾ ആ തേങ്ങൻ്റെ ഇതൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ തീ ഓഫാക്കണം, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ചില ഇതിനുണ്ട് അങ്ങനെ, തീ ഓഫാക്കിയിട്ട് വേണം തൈര് ചേർക്കാം. ഇതിന് അങ്ങനെയല്ല കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ എത്ര വട്ടം പറഞ്ഞാൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കരിവേപ്പിലയും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്. ഇനി അടിച്ചു വെച്ചിട്ട് ആ വെളിച്ചെണ്ണയും കരിവേപ്പിലേൻ്റെ സ്മെല്ലും ആ നീരൊക്കെ ഇറങ്ങി നല്ലോണം സെറ്റ് ആവണം. അപ്പം അതിനാണ് അടിച്ചു വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.